ഹായ് മക്കളെ, നിങ്ങളുടെ സ്വന്തം ശ്രീ ലക്ഷ്മി മിസ് ആണ്. വെൽക്കം ടു ഏഗൻ ലേണിംഗ്. പല മക്കളും ടഫായിട്ട് പറയുന്ന ഒരു ഭാഗമാണ് ഓർഗാനിക് കെമിസ്ട്രി. പ്രത്യേകിച്ച് നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻസ്, രാസപ്രവർത്തനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സാമിന് അങ്ങനത്തെ ഒരു ചോദ്യം വന്നാലോ സ്കിപ്പ് ചെയ്ത് കളയാറാണ് പതിവ്. എന്നാൽ ഈ ഒറ്റ കോണ്ടന്റ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ 100% ഞാൻ ഉറപ്പ് തരികയാണ്, നിങ്ങൾ ഇനി ഒരിക്കലും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ല. ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം എന്താണെന്നറിയോ, ആ ഒരു ടോപ്പിക്ക് ഈസിയാണ്. ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ആ ടിപ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് റിയാക്ഷൻസും വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. മാത്രമല്ല നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാനും സാധിക്കും. അത് എങ്ങനെയെന്നല്ലേ ഈ കണ്ടന്റ് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. പിന്നെ ഒരു കാര്യം കൂടിയും, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എക്സാമിന് വേണ്ട പല പോർഷൻസും പല കൺസെപ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ചാപ്റ്റർ വൈസ് ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എക്സാമിന് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. റിയാക്ഷൻസിൽ നിന്ന് മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്. ഇത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വെറും 2 മിനിറ്റ് മതി ഈ 4 മാർക്കിന്റെ ക്വസ്റ്റ്യന് ആൻസർ എഴുതാൻ. എങ്ങനെയാണെന്നല്ലേ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ബേസിക് നോളേജ് അറിഞ്ഞിരിക്കണം അല്ലേ. ഞാൻ പറഞ്ഞു കുറച്ച് ടിപ്സ് പറഞ്ഞുതരാന്നുള്ളത്. ഓരോരോ റിയാക്ഷൻസ് ഏതൊക്കെയാണെന്നും അതിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്നും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ എക്സാം ആണ്, എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ആദ്യത്തെ റിയാക്ഷൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഏതാണ്? ആദേശ രാസപ്രവർത്തനം. അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഒറ്റ കാര്യമാണ്, ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. എങ്ങനെയാണ്? പൂരിത ഹൈഡ്രോ കാർബണുകളിലാണ് ആദേശ രാസപ്രവർത്തനം നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഡെഫിനിഷനും കാര്യങ്ങളും എക്സാമ്പിൾസ്, എടാ ഇത് മാത്രം ഒന്ന് പഠിച്ചു വെച്ചേ, എന്നിട്ട് നമുക്ക് ആ ടേബിൾ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അഥവാ എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിലാണ് നടക്കുന്നത്. ആദേശ രാസപ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരിത ഹൈഡ്രോ കാർബണിലാണ് നടക്കുന്നത്. പഠിച്ചു കഴിഞ്ഞേ. ഇനി രണ്ടാമത്തത് അഡിഷൻ റിയാക്ഷൻ. ഏതാണ് അഡിഷൻ രാസപ്രവർത്തനം എന്ന് പറയുന്നത്? ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ്. എന്താണ്? അപൂരിത ഹൈഡ്രോ കാർബണുകളാണ് അഡിഷൻ റിയാക്ഷൻ നടക്കുന്നത്. എന്താണ് അപൂരിത ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് അഥവാ അപൂരിത ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത് അല്ലേ. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ആണെങ്കിൽ അവരുടെ പ്രത്യേകത എന്താണ്? പൂരിത ഹൈഡ്രോ കാർബണുകളുടെ പ്രത്യേകത കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചോ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ടോ, ഇനി അഡിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ ഒന്നെങ്കിൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടായിരിക്കണം, നിർബന്ധമാണ് കേട്ടോ. ഇനി അടുത്തത് ഏതാണ്? കമ്പസ്റ്റൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രോ കാർബണുകളുടെ ജ്വലനം. അവിടെ പ്രത്യേകത എന്താണെന്നറിയോ? കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. എന്താണ്? ഓക്സിജനുമായിട്ട് സംയോജിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ റിയാക്ടൻ സൈഡിൽ അഭികാരങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഓക്സിജൻ O2 എന്നും കാണാൻ സാധിക്കും. പ്രൊഡക്റ്റ് സൈഡിൽ 100% അത് ഏതൊരു ഹൈഡ്രോ കാർബൺ കമ്പസ്റ്റൻ ചെയ്താലും നമുക്ക് എന്ത് പ്രൊഡക്റ്റുകളാണ് കിട്ടുന്നത്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും തന്നെയാണ് കിട്ടുന്നത്. അതിൽ ഒരു സംശയം വേണ്ട കേട്ടോ. അത് ഏത് വലിയ ഹൈഡ്രോ കാർബൺ ആണെങ്കിൽ പോലും അതിന്റെ കൂടെ എന്തും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്? ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയും, പ്രകാശോർജവും അതുപോലെ തന്നെ താപോർജവും പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണല്ലോ? നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇത് മാത്രം പഠിച്ചാൽ മതിയോ? പഠിച്ചു വെച്ചേ, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി അടുത്തതാണ് തെർമൽ ക്രാക്കിംഗ് അഥവാ താപീയ വിഘടനം. താപീയ വിഘടനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹയർ മോളിക്യുലർ മാസ് ഉള്ള ഒരു ഹൈഡ്രോ കാർബൺ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? നമ്മൾ തെർമൽ ക്രാക്ക് ചെയ്യാണ്. എന്താണ്? തന്മാത്രാ ഭാരം ഉയർന്ന ഹൈഡ്രോ കാർബണെ ചെറിയ ചെറിയ, അതായത് തന്മാത്രാ ഭാരം കുറഞ്ഞ ഹൈഡ്രോ കാർബണുകളാക്കി മാറ്റുന്നു. അതായത് റിയാക്ടൻ സൈഡിൽ നമുക്ക് എന്താണ്? ഹയർ മോളിക്യുലർ മാസ് ഉള്ള ഹൈഡ്രോ കാർബൺ ആണ് ഉള്ളത്, സിംഗിൾ റിയാക്ടന്റ് ആണുള്ളത്. എന്നാൽ പ്രൊഡക്റ്റ് സൈഡിൽ ലോവർ എന്താണ്? മോളിക്യുലർ മാസ് ഉള്ള ഹൈഡ്രോ കാർബണുകൾ കാണും. അതിൽ ഒരാൾ എന്താണ്? ആൽക്കെയിനും അടുത്ത ആൾ ആൽക്കീനുമായിരിക്കും. ഒരാൾ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും മറ്റേയാള് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണും ആയിരിക്കും. ഇനി അടുത്ത ലാസ്റ്റ് റിയാക്ഷനിലേക്കാണ് പോകുന്നത്. ഇറ്റ് ഇസ് പോളിമറൈസേഷൻ റിയാക്ഷൻ. ഏതാണ് പോളിമറൈസേഷൻ റിയാക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ 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 സിമ്പിൾ മോളിക്യൂൾസ്
കൂടിച്ചേർന്നിട്ട് കോംപ്ലക്സ് മോളിക്യൂൾ ആയിട്ട് മാറുകയാണ് ചെയ്യുക കേട്ടോ. എന്താണ്? ലഘുവായ തന്മാത്രകൾ, ഒരുപാട് തന്മാത്രകൾ കൂടിച്ചേരും. അപ്പൊ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പോളിമറൈസേഷൻ റിയാക്ഷൻ ആണെങ്കിൽ നമ്മുടെ റിയാക്ടൻ സൈഡിൽ നമ്മൾ n നമ്പർ ഓഫ് എഴുതാറുണ്ട്. n എന്നുള്ള സ്മോൾ ലെറ്റർ നമ്മൾ എഴുതാറുണ്ട്. അതിന്റെ കാരണം എന്താണ്? അത്രയും സിമ്പിൾ മോളിക്യൂൾസ് കൂടി ചേർന്നിട്ടാണ് പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലഘുവായ തന്മാത്രകൾ കൂടി ചേർന്നിട്ട് നമുക്ക് എന്താ കിട്ടുക? കോംപ്ലക്സ് മോളിക്യൂൾസ് ആണ് കിട്ടുക അല്ലെ. കോംപ്ലക്സ് മോളിക്യൂൾസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ഒരു സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, രണ്ട് ഭാഗത്തേക്കും ബോണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ഈ സ്ക്വയർ ബ്രാക്കറ്റിന്റെ താഴെ നമ്മൾ n എന്നും എഴുതാറുണ്ട്. ഈ ഒരു ജസ്റ്റ് റെപ്രസെന്റേഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, പ്രൊഡക്റ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് തന്നെയാണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ തന്നെയാണ്. നമ്മൾ 5 റിയാക്ഷൻസ് പഠിച്ചല്ലോ. ജസ്റ്റ് പഠിച്ചതെല്ലാം ഒന്ന് റീഫ്രഷ് ചെയ്തെടുത്തേ. ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് സാച്ചുറേറ്റഡ് എന്താണ് ഹൈഡ്രോ കാർബൺസിൽ നടക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. പൂരിത ഹൈഡ്രോ കാർബണിൽ നടക്കുന്നത് ആദേശ രാസപ്രവർത്തനമാണ്. അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസിൽ നടക്കുന്നത് അഡിഷൻ റിയാക്ഷൻ ആണ്. ഏതാണ്? അപൂരിത ഹൈഡ്രോ കാർബൺസിൽ നടക്കുന്നത് അഡിഷൻ രാസപ്രവർത്തനമാണ്. കമ്പസ്റ്റൻ അഥവാ ജ്വലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്സിജനുമായിട്ട് കൂടിച്ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉണ്ടാവുന്നു, CO2-വും H2O-വും ഉണ്ടാവുന്നു. നാലാമത്തത് നമ്മൾ പഠിച്ചത് തെർമൽ ക്രാക്കിംഗ് ആണ്. തെർമൽ ക്രാക്കിംഗിൽ ഒരു റിയാക്ടന്റ് ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളായിട്ട് മാറുകയാണ് അല്ലെ. അതിന്റെ പ്രത്യേകത എന്താണ്? ഹയർ മോളിക്കുലർ മാസ് ഉള്ളത്, ലോവർ മോളിക്കുലർ മാസ് ഉള്ള സാച്ചുറേറ്റഡും അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സിംഗിൾ ബോണ്ട് ഉള്ളതും ഡബിൾ ബോണ്ട് ഉള്ളതുമായിട്ട് മാറുന്നു. ലാസ്റ്റ് വൺ ആണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. ഈ പോളിമറൈസേഷൻ റിയാക്ഷനിൽ നമുക്ക് പോളിത്തീന്, പോളിവിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ ഇത് മൂന്നെണ്ണേ പഠിക്കാനും ഉള്ളൂ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈ ടേബിൾ സോൾവ് ചെയ്യാൻ നോക്കുക? നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എത്ര പെട്ടെന്നാണ് ഈ ടേബിൾ ഈ പഠിച്ച പോയിന്റ്സ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. CH3 സിംഗിൾ ബോണ്ട് CH3 + Cl2. നോക്കിക്കേ, കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് അല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് അത് ഏത് കാറ്റഗറിയിൽ പറയാം? ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ അല്ലേ. കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണ്, അതുകൊണ്ട് നമുക്ക് പറയാം ഈ തന്നിരിക്കുന്നത് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് നടക്കുന്നത്. ആദേശ രാസപ്രവർത്തനമാണ് നടക്കുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ഒരു ക്ലോറിൻ ഒരു ഹൈഡ്രജന്റെ സ്ഥാനത്തും ഇതിലുള്ള ഒരു ഹൈഡ്രജൻ ഈ ക്ലോറിന്റെ സ്ഥാനത്തേക്കും പോകുന്നു. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? നോക്കിക്കേ, CH3 CH2 Cl-ഉം അതുപോലെ തന്നെ HCl-ഉമാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. എന്താ നോക്കുക, CH3 CH2 Cl-ഉം HCl-ഉം ആദേശ രാസപ്രവർത്തനമാണ്. ഇനി സെക്കൻഡ് എക്സാമ്പിൾ ആണേ. നോക്കുക, C2H6 + O2. ഞാൻ പറഞ്ഞല്ലോ അഭികാരങ്ങളുടെ ഭാഗത്ത് റിയാക്ടൻ സൈഡിൽ O2 എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കമ്പസ്റ്റൻ ആണ്, ജ്വലനമാണ്. അപ്പൊ നമുക്ക് ഇതും ഒറ്റയടിക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്? കമ്പസ്റ്റൻ ആണ്. ഞാൻ ഇങ്ങനെ കളേഴ്സിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. കമ്പസ്റ്റൻ ആണ്. പ്രൊഡക്റ്റ് സൈഡിൽ ആരൊക്കെ ഉണ്ടാവുക? കണ്ടടച്ച് പറഞ്ഞോളൂ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അല്ലേ. CO2-വും വാട്ടറുമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് പ്രൊഡക്റ്റുകളായിട്ട് കിട്ടുന്നത്. ഇനി അടുത്തതിലേക്ക് ഞാൻ പോവുകയാണെ. NCH2 ഡബിൾ ബോണ്ട് CH2. അവിടെ നമുക്ക് ഡബിൾ ബോണ്ട് ആണ് ഉള്ളത്. ശരിയാണ്, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്, അപൂരിത ഹൈഡ്രോ കാർബൺ ആണ്. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരെയാണ്? ഈ തന്നിരിക്കുന്ന N-നെയാണ്. N എന്ന് എഴുതുന്നത് നമ്മൾ എവിടെയാണ്? പോളിമറൈസേഷൻ റിയാക്ഷനിലല്ലേ. അപ്പോൾ നമുക്ക് പറയാം ഈ തന്നിരിക്കുന്നത് പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ്. ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. പോളിമറൈസേഷൻ റിയാക്ഷനെ ഞാനിതാ ഇതേപോലെ ഞാൻ മാർക്ക് ചെയ്യുന്നു. സെറ്റിൽഡ്. ഇതിന്റെ പ്രൊഡക്റ്റ് സൈഡിൽ എന്താ പ്രത്യേകത? സ്ക്വയർ ബ്രാക്കറ്റ് വരയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ താഴെ N എഴുതുന്നു അല്ലേ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ഇതാണ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടിയത്. ഇതെന്താണ്? പോളി ഈത്തീൻ ആണ് കേട്ടോ. ഇനി അവസാനത്തത് നോക്കുക നിങ്ങൾ. റിയാക്ടൻ സൈഡിൽ സിംഗിൾ ആളേ ഉള്ളൂ അല്ലേ. മോളിക്കുലർ മാസ് കുറച്ച് കൂടിയ ഒരാളെയാണ് തന്നിരിക്കുന്നത്. CH3 CH2 CH3 പ്രൊപ്പീൻ എന്ന് പറയുന്ന ആളെയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ് ഇത് ഏത് കാറ്റഗറിയിലായിരിക്കും വരിക? ഇത് തെർമൽ ക്രാക്കിംഗ് അല്ലെ. സിംഗിൾ റിയാക്ടന്റിനെ നമ്മൾ എന്താണ്? സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ആക്കി മാറ്റുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് തെർമൽ ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഈ തന്നിരിക്കുന്ന ആള് എന്താണ്? പൂരിതവും അപൂരിതവുമായിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് താപീയ വിഘടനം. ഇനി നിങ്ങൾ പറഞ്ഞ് ഈ ടോപ്പിക് ടഫ് ആണോ? എത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. ഈ പഠിപ്പിച്ച് തന്ന ട്രിക്സും ടിപ്സും മനസ്സിലാക്കി കഴിഞ്ഞാൽ തരുന്ന റിയാക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും പറ്റും. മാത്രമല്ല അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് എഴുതാനും സാധിക്കും കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്തത്. എൻ്റെ മക്കൾക്ക് ഈ ടോപ്പിക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ.
മാത്രമല്ല ഇനി ഏത് ടോപ്പിക്കാണ് കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫേസ് ചെയ്യുന്നത് അത് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് കോണ്ടന്റ് വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക്കിൻ്റെ ഇതിൽ ചെയ്യാം. അതേപോലെ തന്നെ 2 ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് മോളിക്യൂൾസ് ക്യാൻ അണ്ടർഗോ അഡിഷൻ റിയാക്ഷൻ? താഴെ തന്നിരിക്കുന്നതിൽ ഏത് തന്മാത്രകളിലാണ് അഡിഷൻ രാസപ്രവർത്തനം നടക്കുന്നത് എന്നാണ് ചോദിച്ചത്. മീഥെയ്ൻ, ഈഥെയ്ൻ, പ്രൊപ്പീൻ, ബ്യൂട്ടേൻ. ക്ലൂ ഞാൻ തരാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഡിഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആവണം, അപൂരിത ഹൈഡ്രോകാർബൺസ് ആവണം. അതേപോലെ തന്നെ പോളിമറൈസേഷനിൽ പോളിത്തീന്, പോളിവിനൈൽ ക്ലോറൈഡ്, അതേപോലെ തന്നെ നമ്മുടെ ടെഫ്ലോണും അല്ലാതെ ഒരാളെയും കൂടി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1 മാർക്കിന് തന്നെയാണ് ഈ ഒരു ചോദ്യം വരാറ്. എന്താണ് ചോദ്യം? സെലക്ട് ദ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ. എന്താണ് പ്രകൃതിദത്ത റബ്ബറിന്റെ മോണോമർ ഏതാണെന്നും ചോദിച്ചിട്ടുണ്ട്. ഈ 2 ക്വസ്റ്റിന്റെ ആൻസറും നിങ്ങൾ താഴെ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ടീച്ചർ എന്തായാലും ചെക്ക് ചെയ്യുന്നതാണ്. പിന്നെ പറഞ്ഞത് മറക്കരുത്, ഈ ഒരു കോണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കട്ട ചങ്കുകളിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കണം. അവരും പഠിക്കട്ടെ, അവരും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യട്ടെ. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമന്റ്, ക്ലാസിന്റെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. Until then, bye bye from ശ്രീലക്ഷ്മി.